അപ്പൊ ജൂൺ 1-ാം തീയതി സമരം ഉണ്ടെങ്കിൽ ജൂൺ 2-ാം തീയതി നിങ്ങൾ സിനിമ എടുക്കും. സിനിമയുടെ അകത്ത് കിടക്കുന്ന ഒരു കാര്യമല്ലേ, ഒരു സമരം എന്നുള്ളതിൽ അതിന്റെ ഒരു ഗുഡ് കോസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിൽക്കും. ഇത് അനിശ്ചിത കാലത്തേക്ക് ഇത് അടച്ചിടാൻ പറ്റില്ല, അവർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. നിങ്ങൾ നിർമ്മാതാക്കളുടെ മെമ്പറാണ്, ഇനി അവിടെ നിന്ന് പുറത്താക്കും കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് വന്നിട്ട് 3-4 വർഷമായുള്ളൂ. ഓക്കെ, എനിക്കിതിനകത്ത് ഇന്ന് സ്റ്റേ ചെയ്യണം താല്പര്യവും ഇല്ല. ഇനി ഒരു കാര്യം കൃത്യമായിട്ട് ചോദിക്കട്ടെ, ഇനിയെങ്കിലും കൃത്യമായിട്ടൊരു കാര്യം ചോദിക്കുവോ? അങ്ങനെ കമന്റ് മേടിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ലെന്നേ. പക്ഷെ നിന്റെ ഫസ്റ്റ് ഇട്ട് ഞാനെതിരെ ആദ്യം എന്റെ ഏതെങ്കിലും സിനിമ കണ്ടത് എന്റെ ആയിരിക്കും. ഞാനിപ്പോഴും ബലമായി വിശ്വസിക്കുന്നത് സമരം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് ജൂൺ വരെ സമയമുണ്ട്. അതിനു മുമ്പ് ഇവരെല്ലാം വട്ടം കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് പ്രശ്നം തീരും. എക്സിസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ പുറത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്താണോ? ഇതൊന്നും ബേസിക്കലി ഇത് പ്രേക്ഷകരെ ബാധിക്കുന്ന കാര്യമാണോ? കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് മലയാള സിനിമ ഇങ്ങനെ പോകുന്നൊരു സമയത്ത് ചെറിയ ചെറിയ ഫിഗേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഹ്യൂജ് പോസിബിലിറ്റി നമ്മൾ കില്ല് ചെയ്യും. ഇവൻ ആരുടെ അടുത്തും പോയിട്ട് എനിക്കൊരു പടം തായോ, എന്നെ വെച്ചൊരു പടം ചെയ്യോ എന്ന് വെച്ച് ചാൻസ് ചോദിച്ച് നടക്കുന്നില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുന്ന ഒരാളെ എനിക്കറിയാം, തേണ്ടിരിക്കുന്നു. അസോസിയേഷൻ ഇതേപോലെ നവ്യ നായരാണ്. ഒന്ന് പറയൂ, ഇവനിവിടെ ഒരു രക്ഷയില്ല. സാധനം കടിക്കുക. ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ഇല്ലാത്ത കാര്യങ്ങൾ. ആർട്ടിസ്റ്റ് സാലറി കുറയ്ക്കണോ വേണ്ടി എന്നുള്ളത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ചാൽ അതിൽ സത്യാവസ്ഥയുണ്ട്. പ്രീ റിലീസ് ബിസിനസ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ സുരേഷങ്ങൾ പറഞ്ഞ സത്യാവസ്ഥയാണ്.